ഇതുണ്ടല്ലോ, കുറച്ചധികം ചെമ്മീൻ കിട്ടിയപ്പോൾ നമ്മൾ തന്നെ ഇത് വീട്ടിൽ നിന്ന് കഴുകി ഉണക്കി എടുത്തതാണ്. ചെമ്മീൻ മാത്രമല്ല, 1, 2, 3 മീനായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഉണക്കി ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും നല്ലൊരു ക്വാളിറ്റി വാങ്ങിക്കുന്നതിൽ കിട്ടൂല കേട്ടോ. അപ്പോൾ ഇപ്പം വെയിലുള്ള സമയമല്ലേ, 1, 2 ദിവസമേ വേണ്ടു മീനൊക്കെ ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്യാമു ഇതിൻ്റെ പരിപ്പ് എങ്ങനെയാണെന്ന് എടുക്കുകയെന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതെന്നോടും ഒരാൾ ആവശ്യപ്പെട്ട വീഡിയോ ആണ്, അതുകൊണ്ട് കാണിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന രീതിയാണ്. പല ആൾക്കാരും പല വിധത്തിൽ ഇതിൻ്റെ പരിപ്പ് മാറ്റിയെടുക്കുന്നുണ്ടാവേ. എന്നുവെച്ചാൽ തലയും വാലും കളഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാമെന്നാണ്. ശ്യാം എങ്ങനെയാന്ന് നമ്മളാക്കലേന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ ഒരു തുണിയിൽ ഇങ്ങനെ പിന്നെ വാരിയിട്ട് ഇങ്ങനെ അതിൻ്റെ പിടിച്ചിട്ട് ഞാൻ തച്ചിട്ട് അതിൻ്റെ ഇത് കളയാലാണ്. പൊടിയും തലയും അതെല്ലാം പോകും. അല്ലാണ്ട് വേറെ വിധത്തിലാക്കാൻ വേണ്ടി പറ്റുമോ? വേറെ വിധത്തിൽ അറിയില്ല. പിന്നെ കൈകൊണ്ട് നമ്മൾ നുള്ളിട്ടെടുക്കണം. അല്ല, മുറത്തിലിട്ടിട്ട് ഗ്ലാസ്സോട് ഇങ്ങനെ അതങ്ങനെ അത് കുത്തിയിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ സഞ്ചിയിലിടുകയാണ്, ഇതിനെ കൊണ്ട് ചെയ്യാം. ഇങ്ങനെ അടിക്കുമ്പോൾ പൊടിഞ്ഞു പോലും, ഫുൾ പൊടിയൂല? തലയും പാലേ പോവും? തലയും പാലെന്നല്ല, ഒരു വക അതിന്റെ ചുള്ളി ഇതെല്ലാം പോവും. ഇനി ഇത് പാറ്റിയെടുക്കണം അല്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ തന്നെ ചെയ്യണേ, എന്നാലേ മുഴുവനായിട്ടും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്നൊരു എളുപ്പപ്പണിയാന്ന് കേട്ടാ. പല വിധത്തിൽ ആൾക്കാർ ചെയ്യുന്നവരുണ്ടേ. ഉറുമ്പ് മണം കൊണ്ട് എത്ര പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയെന്നറിയോ? ഒരു 5 സെക്കൻഡ് ഇവിടെ വെക്കുമ്പോഴത്തേക്ക് തന്നെ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആയില്ലേ? ചെറിയ ചെറിയ പൊട്ടും പൊടിയെല്ലാം ഉണ്ട്. ഇത് കണ്ടോ? ഇനി അത്യാവശ്യം ചെറിയ തലകളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കളയണം കേട്ടോ. സ്ഥിരമായിട്ട് ചെമ്മീൻ എടുത്ത് ഉണക്കുന്നവർ ഉണക്കി കഴിഞ്ഞിട്ടാകുമ്പം വലിയ ചാക്കിലിട്ടിട്ട് അവർ തല്ലുക. നൂലിൻ്റെ ചാക്കിലിട്ടിട്ട് എടുത്ത് തല്ലുക. തല്ലുമ്പം പിന്നെ അതിൻ്റെ പൊടിയും തലര പൊടിയും പാലും ഇതെല്ലാം പൊടിഞ്ഞിട്ട് ചെമ്മീൻ്റെ ഓടും എല്ലാം അടക്കം പോയിട്ട് അത് തട്ടിയിട്ടാകുമ്പോൾ പാറ്റിയിട്ട് പൊടി വേറെ ചെമ്മീൻ വേറെ ആക്കിയിട്ട് എടുക്കുക. ഇനി എല്ലാവരും ഇങ്ങനെ ചെറിയ ചെമ്മീൻ കാണുമ്പോൾ വാങ്ങിയിട്ട് കഴുകി വെയിലിനിട്ട് ഉണക്കണം. പക്ഷേ ഉണക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഉറുമ്പ് വരാതെ സൂക്ഷിക്കണം. ഉറുമ്പ് വേഗം വരും. പിന്നെ വെറും ഓടേ ഉണ്ടാവും. ചെമ്മീനെ പോലെ തന്നെ ചെമ്മീൻ ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ഷേപ്പ് ചെമ്മീന്റെ ഷേപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവില്ല. മൊത്തം ഉറുമ്പരിച്ചിട്ടുണ്ടാവും അല്ലെ? ഉറുമ്പ് തിന്നിട്ട് വെറും ചെമ്മീൻ പോലെ ആടി ഉണ്ടാവും. ഒരു പ്രാവശ്യം ഞാൻ ഉണക്കിയാലും കുറച്ച് വെയിൽ കുറഞ്ഞു പോയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോകുമ്പം ചെമ്മീൻ അങ്ങനെ ഉണ്ട്, പക്ഷെ അതിൽ ഇറച്ചിയില്ല, വെറും തോട് മാത്രം. എല്ലാവരും ഒന്നിനും ട്രൈ ചെയ്ത് നോക്ക്. Bye.